Good morning, students. Today we are discussing one of the behavioral theorists, that is Chester Irving Bernard. What are the contributions of Chester I. Bernard into the management thought? Okay. So Chester Irving Bernard or Chester I. Bernard എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. Chester I. Bernard എന്നാണ് കോമൺ ആയിട്ട് കാണാം. ഫുൾ നെയിം Chester Irving Bernard. He was born in 1886 and died in 1961. He was the president of New Jersey Bell Telephone Company. He managed the United Service Organization during the Second World War. He observed the organization activities and relationships between the people working therein thoroughly. Due to that, he was able to write on organization with the authority. Okay, his famous book was The Functions of Executive, which was published in 1938. It is considered as the classic in organization theory. One of the classic book in organization theory still now, it is The Function of Executive, is written in 1938. And other book is Organization and Management, which was published in 1948. Okay. ഇതാണ് ചെസ്റ്റർ ഐ ബേർണാർഡിനെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയൊരു ആമുഖം. അദ്ദേഹം അമേരിക്കയിലാണ്, അമേരിക്കൻ സിറ്റിസൺ ആയിരുന്നു. ഹി വാസ് ദ പ്രസിഡന്റ് ഓഫ് ന്യൂ ജേഴ്സി ബെൽ ടെലിഫോൺ കമ്പനി. ന്യൂ ജേഴ്സി ബെൽ ടെലിഫോൺ കമ്പനി എന്നുള്ള അമേരിക്കയിലെ ഫേമസ് ആയിട്ടുള്ള ഒരു ടെലിഫോൺ കമ്പനി ആയിരുന്നു. അതിൻ്റെ പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം. അതുപോലെ തന്നെ സെക്കൻഡ് വേൾഡ് വാറിൻ്റെ സമയത്ത് USOയുടെ കാര്യങ്ങളൊക്കെ അദ്ദേഹം മാനേജ് ചെയ്തിട്ടുണ്ട്. ഹി ഒബ്സർവ് ദി ഓർഗനൈസേഷൻ ആക്ടിവിറ്റീസ് ആൻഡ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ പീപ്പിൾ വർക്കിംഗ് ദർ ഇൻ തെറോലി. അപ്പോൾ ആ ഒരു സമയത്ത് ആളുകളുടെ ഒരു റിലേഷൻഷിപ്പും അവരുടെ ഒരു ഓർഗനൈസേഷൻ ആക്ടിവിറ്റീസും ഒക്കെ തെറോലി വാച്ച് ചെയ്യാൻ, കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചു. അതിൽ നിന്നാണ് അഥവാ ആ ഒരു കേസ് കൊണ്ടാണ് ഡ്യൂ ടു ദാറ്റ് ഹി വാസ് ഏബിൾ ടു റൈറ്റ് ഓൺ ഓർഗനൈസേഷൻ വിത്ത് അതോറിറ്റി. ഓർഗനൈസേഷനെ കുറിച്ചും ഓർഗനൈസേഷനിലെ അതോറിറ്റി എന്നുള്ള കൺസെപ്റ്റിനെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് എഴുതാൻ അദ്ദേഹത്തിന് പ്രചോദനമായത് ഈ പറയുന്ന ഈ USOയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള ഓർഗനൈസേഷൻ ആക്ടിവിറ്റീസും റിലേഷൻഷിപ്പും ഒക്കെ ഒബ്സർവ് ചെയ്യുക വഴിയാണ് അദ്ദേഹത്തിന് അതിനുള്ളൊരു പ്രചോദനം ഉണ്ടായതെന്ന് വേണമെങ്കിൽ പറയാം. ഇനി അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ബുക്ക് എന്ന് പറയുന്നത് ദ ഫങ്ഷൻ ഓഫ് എക്സിക്യൂട്ടീവ് ആണ്. ഇപ്പോഴും ഏറ്റവും ഓർഗനൈസേഷൻ തിയറിയുടെ കേസിൽ ക്ലാസിക് ബുക്കായിട്ട് പരിഗണിക്കുന്ന ഒരു പുസ്തകമാണ് ദ ഫങ്ഷൻ ഓഫ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. 1938 അത് വന്നിട്ടുള്ളത്. അതിനുശേഷം മറ്റൊരു ബുക്ക് കൂടിയുണ്ട്, ഫേമസ് തന്നെയാണ്, ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു പുസ്തകം. ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ 1948. ഇനി അദ്ദേഹത്തിൻ്റെ വ്യൂസിനെ കുറിച്ച് പറയാം, അല്ലെങ്കിൽ മാനേജ്മെൻറ്റിനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഐഡിയാസ് എന്തൊക്കെയാണെന്നൊക്കെ നോക്കാം. ചെസ്റ്റർ ഐ ബേർണാർഡ് അഡോപ്റ്റഡ് എ സോഷ്യോളജിക്കൽ അപ്രോച്ച്. ചെസ്റ്റർ ഐ ബേർണാർഡ് ഒരു സോഷ്യോളജിക്കൽ അപ്രോച്ചാണ് പുലർത്തിയതെന്ന് വേണമെങ്കിൽ പറയാം മാനേജ്മെൻറ്റ് എന്നുള്ള കൺസെപ്റ്റിനോട്. ഇൻ ഡീലിംഗ് വിത്ത് ദ ഫങ്ഷൻസ് ഓഫ് എക്സിക്യൂട്ടീവ് ഹി എംഫസൈസ്ഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ലീഡർഷിപ്പ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഫങ്ഷൻസ് ഓഫ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ഫേമസ് ബുക്കാണ്. അതോടൊപ്പം തന്നെ എന്താ പറയുക, എക്സിക്യൂട്ടീവ് ഫങ്ഷൻസിനെ കുറിച്ച്, ഓർഗനൈസേഷനിൽ അത്തരത്തിലുള്ള അതോറിറ്റി സംഭവങ്ങളെയൊക്കെ കുറിച്ച് അദ്ദേഹം സ്റ്റഡി നടത്തിയപ്പം അദ്ദേഹത്തിന് മനസ്സിലായ കാര്യം, അല്ലെങ്കിൽ അതിൽ അദ്ദേഹം എംഫസൈസ് ചെയ്ത പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ലീഡർഷിപ്പിനെ കുറിച്ചും അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ ഫങ്ഷനെ കുറിച്ചുമാണ്. ഈ രണ്ട് ഫങ്ഷൻസാണ്. ഒന്ന് ലീഡർഷിപ്പ്, ഇമ്പോർട്ടൻസ് ഓഫ് ലീഡർഷിപ്പ് ഇൻ ആൻ ഓർഗനൈസേഷൻ ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ വിത്തിൻ ആൻ ഓർഗനൈസേഷൻ. ഇതിനെ രണ്ടിനെ കുറിച്ചുമാണ് അദ്ദേഹം പ്രധാനമായിട്ടും ഡീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഹി ഡിവൈഡഡ് ദി ഓർഗനൈസേഷൻ ഇൻ ടു ഫോർമൽ ആൻഡ് ഇൻഫോർമൽ. പിന്നെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഓർഗനൈസേഷനെ അദ്ദേഹം രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. ദറ്റ് ഈസ് ഇൻ ടു ഫോർമൽ ആൻഡ് ഇൻഫോർമൽ. അതുപോലെ തന്നെ ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് അദ്ദേഹം പറയുന്നത് ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ഫോർമൽ ഓർഗനൈസേഷൻ. ഒരു ഫോർമൽ ഓർഗനൈസേഷൻ്റെ പാർട്ടാണ്, പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്നാണ് ചെസ്റ്റർ ഐ ബേർണാർഡ് പറയുന്നത്. ഓക്കെ, ഇനി വാട്ട് ആർ ദി കോൺട്രിബ്യൂഷൻസ് ഓഫ് ചെസ്റ്റർ ഐ ബേർണാർഡ് ഇൻ ടു ദി ഫീൽഡ് ഓഫ് മാനേജ്മെൻറ്റ് നോക്കാം നമുക്ക്. ഫസ്റ്റ്ലി ഒന്നാമത്തെ 5 ഹെഡ്സ് ആയിട്ടാണ് അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ് പറയുന്നത്. ഫസ്റ്റ് ഹെഡ് അല്ലെങ്കിൽ ആദ്യത്തെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് തിയറി ഓഫ് ഫോർമൽ ഓർഗനൈസേഷനാണ്.
ദാറ്റ് ഈസ് ഒരു ഓർഗനൈസേഷനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു എന്ന് നമ്മൾ പറയുന്നുണ്ടല്ലേ, ഫോർമൽ ഓർഗനൈസേഷൻ എന്നും ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്നും. അപ്പോൾ ഫോർമൽ ഓർഗനൈസേഷന് അദ്ദേഹം കൃത്യമായിട്ടുള്ള ഒരു ഡെഫിനേഷൻ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ഹി ഡിഫൈൻഡ് ഇറ്റ് ആസ് എ സിസ്റ്റം ഓഫ് കോൺഷ്യസ്ലി കോർഡിനേറ്റഡ് ആക്ടിവിറ്റീസ് ഓഫ് ഫോഴ്സസ് ഓഫ് 2 or more persons. എന്താണ് ഒരു ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് കോൺഷ്യസ്ലി കോർഡിനേറ്റഡ് ആക്ടിവിറ്റീസ് ഓഫ് ഫോഴ്സസ് ഓഫ് 2 or more person. 2 അതിൽ കൂടുതലോ ആളുകളുടെ ആക്ടിവിറ്റീസിനെ, അവരുടെ ഫോഴ്സിനെ കോൺഷ്യസ് ആയിട്ട് കോർഡിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സിസ്റ്റമാണ് ഫോർമൽ ഓർഗനൈസേഷൻ. ഓക്കെ, അത് ഡെലിബറേറ്റ്ലി, അത് കൃത്യമായിട്ട് മുൻകൂട്ടി പ്ലാനിങ്ങോട് കൂടി തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റമാണ് എന്തെന്ന് പറയുന്നത്, ഒരു ഫോർമൽ ഓർഗനൈസേഷൻ എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് കോൺഷ്യസ്ലി കോർഡിനേറ്റഡ് ആക്ടിവിറ്റീസ് ഓഫ് ഫോഴ്സസ് ഓഫ് 2 or more persons. And according to him, the initial existence of organization depend on 3 elements. ഒരു ഓർഗനൈസേഷൻ്റെ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത്, അദ്ദേഹം പറയുന്നത്, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ 3 elements. ഫസ്റ്റ്ലി, ദ വില്ലിങ്നെസ് ഓഫ് പേഴ്സൺസ് ടു കോൺട്രിബ്യൂട്ട് എഫേർട്സ് ടു ദി കോപ്പറേറ്റീവ് സിസ്റ്റം. ഓക്കെ, അപ്പോൾ ഈ ഒരു കോപ്പറേറ്റീവ് സിസ്റ്റത്തിലേക്ക്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു കോപ്പറേഷൻ, അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു സിസ്റ്റം. അതിലകത്തേക്ക് എല്ലാവരും അവരവരുടെ എഫേർട്സ് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ആളുകൾ വില്ലിങ് ആണെങ്കിൽ മാത്രമേ ഒരു ഓർഗനൈസേഷൻ്റെ എക്സിസ്റ്റൻസ്, ഇനീഷ്യൽ എക്സിസ്റ്റൻസ് സാധ്യമാവുകയുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പം കോപ്പറേറ്റ് ചെയ്യാനുള്ള മനസ്സ്, ദാറ്റ് ഈസ് ദ വില്ലിങ്നെസ് ഓഫ് പേഴ്സൺസ് to contribute towards the efforts of the cooperative system. അതുപോലെ തന്നെ അതുമായിട്ട് കണക്ട് ചെയ്തിട്ട് തന്നെയാണ് സെക്കൻഡ് എലമെൻറ്റ് പറയുന്നത്, ദർ ഷുഡ് ബി അൻ ഒബ്ജക്റ്റീവ് ഓഫ് കോപ്പറേഷൻ. എല്ലാവരുടെ മനസ്സിലും, ഓർഗനൈസേഷൻ്റെ ആണെങ്കിലും അതുപോലെ ഈ പറയുന്ന വർക്ക് ഗ്രൂപ്പിനകത്ത് വരുന്ന എല്ലാ എംപ്ലോയീസിൻ്റെ കേസിലും അവരുടെ മനസ്സിലുണ്ടായിരിക്കേണ്ടുന്ന ഐഡിയ എന്ന് പറയുന്നത് എന്താണ്? ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? കോപ്പറേഷൻ എന്നുള്ളതായിരിക്കണം. പരസ്പരം സഹകരിക്കണം, സഹായിക്കണം എന്നുള്ള ഒബ്ജക്റ്റീവ് ആയിരിക്കണം ലക്ഷ്യം. ദെൻ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഈസ് എസെൻഷ്യൽ. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ്, കൃത്യമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം അവിടെ പ്രവർത്തിച്ചിരിക്കണം. ഓക്കെ, ദാറ്റ് ഈസ് പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഈസ് എസെൻഷ്യൽ. അപ്പോൾ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഫോർമൽ ഓർഗനൈസേഷൻ്റെ സ്മൂത്ത് ഫങ്ഷനിങ്ങിന് 3 കാര്യങ്ങൾ വളരെ അത്യാവശ്യമാണ്. ഒന്ന്, ആളുകളുടെ വില്ലിങ്നെസ്, ഒരു കോപ്പറേറ്റീവ് സിസ്റ്റത്തിൽ വർക്ക് ചെയ്യാനുള്ള അവരുടെ താല്പര്യം. പിന്നീട് എല്ലാവരുടെയും ഒരു ബേസിക് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് കോപ്പറേഷൻ ആയിരിക്കണം. അതുപോലെ തന്നെ അവിടെ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം അവിടെ വളരെ എസെൻഷ്യലാണ്. ഓക്കെ, ദിസ് ഈസ് ദ തിയറി ഓഫ് ഫോർമൽ ഓർഗനൈസേഷൻ. അടുത്ത ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഓർഗനൈസേഷണൽ ഇക്വിലിബ്രിയം. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ഒരു സജഷനാണ് ഇക്വിലിബ്രിയം മോഡൽ. He suggested an equilibrium model to describe the balance achieved between the contributions of the members and the return contribution made by the organization to its members. അതായത് ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് അഥവാ മെമ്പേഴ്സ് ഓർഗനൈസേഷന് കൊടുക്കുന്ന കോൺട്രിബ്യൂഷൻസ് എന്ന് വെച്ചാൽ എന്തൊക്കെയാണ്? ഒരു എംപ്ലോയി കൊടുക്കുന്നത് എന്തൊക്കെയാണ്? അവരുടെ എഫേർട്ട്, അവരുടെ നോളജ്, സ്കില്ല്, അവരുടെ ടൈം, ഇതൊക്കെയാണ് എംപ്ലോയീസ് ഓർഗനൈസേഷന് കൊടുക്കുന്ന കോൺട്രിബ്യൂഷൻസ്. ഈ കൊടുക്കുന്ന കോൺട്രിബ്യൂഷന് പകരമായിട്ട് ഓർഗനൈസേഷൻ ഇൻ റിട്ടേൺ ഇതിന് പകരമായിട്ട് കൊടുക്കുന്നത് എന്തൊക്കെയാണ്? മണി, അതായത് സാലറി, സ്റ്റാറ്റസ്, റെക്കഗ്നീഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ 2 കോൺട്രിബ്യൂഷനും, എംപ്ലോയീസ് സ്ഥാപനത്തിന് കൊടുക്കുന്ന കോൺട്രിബ്യൂഷനും സ്ഥാപനം തിരിച്ച് എംപ്ലോയീസിന് കൊടുക്കുന്ന കോൺട്രിബ്യൂഷനും തമ്മിൽ ഒരു ഇക്വിലിബ്രിയം ഉണ്ടായിരിക്കണം. അതാണ് ഹി സജസ്റ്റഡ് ആൻ ഇക്വിലിബ്രിയം മോഡൽ ടു ഡിസ്ക്രൈബ് ദി ബാലൻസ് അച്ചീവ്ഡ് ബിറ്റ്വീൻ ദി കോൺട്രിബ്യൂഷൻസ്. ഓക്കെ, രണ്ടും ഒന്ന് ബാലൻസ് ചെയ്ത് പോകണം. അതിനെയാണ് നമ്മൾ ഇക്വിലിബ്രിയം എന്ന് പറയാം. ഒന്നും കൂടാൻ പാടില്ല. എംപ്ലോയീസിന് തോന്നാൻ പാടില്ല തങ്ങൾ അങ്ങോട്ട് കൊടുക്കുന്ന കോൺട്രിബ്യൂഷൻ കൂടുതലാണ്, തിരിച്ച് കിട്ടുന്ന ഓർഗനൈസേഷൻ തരുന്ന കോൺട്രിബ്യൂഷൻ കുറവാണെന്ന് തോന്നാൻ പാടില്ല. അതുപോലെ തന്നെ ഓർഗനൈസേഷനും തോന്നാൻ പാടില്ല എംപ്ലോയീസിൻ്റെ കോൺട്രിബ്യൂഷൻ കുറവാണ്, തങ്ങൾ അങ്ങോട്ട് കൊടുക്കുന്നത് കൂടുതലാണെന്ന്. അപ്പോൾ രണ്ടും തമ്മിൽ ബാലൻസ് ചെയ്ത്
ഒരു ഇക്വിലിബ്രിയം പൊസിഷനിൽ അത് പോകണം എന്നുള്ളതാണ്. അടുത്തത് ദ പേഴ്സൺസ് വർക്കിംഗ് ഇൻ ദി ഓർഗനൈസേഷൻ ഹാവ് 2 റോൾസ്. എല്ലാ എംപ്ലോയീസിനും, ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനും 2 റോൾ ഉണ്ടായിരിക്കും. ഒന്നാമത്തത് പേഴ്സണൽ റോളും മറ്റൊന്ന് ഓർഗനൈസേഷണൽ റോളും. ഇങ്ങനെ 2 തരത്തിലുള്ള റോൾ ഉണ്ടായിരിക്കും. ദ പേഴ്സൺസ് വർക്കിംഗ് ഇൻ ദി ഓർഗനൈസേഷൻ ഹാവ് 2 റോൾസ്, പേഴ്സണൽ റോൾ ആൻഡ് ഓർഗനൈസേഷണൽ റോൾ. അടുത്തത് ആക്സെപ്റ്റൻസ് തിയറി ഓഫ് അതോറിറ്റി. ഹി ഡിഡ് നോട്ട് ബിലീവ് ഇൻ ടോപ്പ് ടു ബോട്ടം അതോറിറ്റി. അദ്ദേഹം ഒരിക്കലും മുകളിൽ നിന്ന് താഴോട്ട് ഇൻസിസ്റ്റ് ചെയ്യുന്ന അതോറിറ്റിയിൽ വിശ്വസിച്ചിരുന്നില്ല. അതായത് സുപ്പീരിയേഴ്സ് ബലം പ്രയോഗിച്ചിട്ട് അല്ലെങ്കിൽ അവരുടെ ആ ഒരു അധികാരം കൈമുതലാക്കിക്കൊണ്ട് പ്രയോഗിക്കുന്ന അതോറിറ്റിയിൽ ഒരിക്കലും ആര് വിശ്വസിച്ചിരുന്നില്ല? ചെസ്റ്റർ ഐ ബേർണാഡ് വിശ്വസിച്ചിരുന്നില്ല. ദാറ്റ് ഈസ് ക്ലാസിക്കൽ കൺസെപ്റ്റ്, അതോറിറ്റിയുടെ ക്ലാസിക്കൽ കൺസെപ്റ്റിൽ അദ്ദേഹം വിശ്വസിച്ചിരുന്നില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഹി സെഡ് ദാറ്റ് അതോറിറ്റി കംസ് ഫ്രം ബോട്ടം. അതോറിറ്റി വരേണ്ടത് താഴെ നിന്നാണ്, അല്ലെങ്കിൽ ബോട്ടം ലെവലിൽ നിന്നാണ് അതോറിറ്റി വരേണ്ടത്. അതെങ്ങനെയാണ് പോസിബിൾ ആവുന്നത് നോക്കാം. അതോറിറ്റി ഈസ് കൺഫേംഡ് ഓൺലി വെൻ ഇറ്റ് ഈസ് ആക്സെപ്റ്റഡ് ബൈ പേഴ്സൺസ് ടു ഹൂം ഇറ്റ് ഹാസ് ബീൻ അഡ്രസ്ഡ്. അതായത് ഒരു അതോറിറ്റി എപ്പോഴാണ് കൺഫേം ആവാന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു സുപ്പീരിയർ സബോർഡിനേറ്റ്സിന് എന്തെങ്കിലും ഒരു റെസ്പോൺസിബിലിറ്റി കൊടുത്തു എന്ന് വിചാരിക്കാം. ആ കൊടുത്ത റെസ്പോൺസിബിലിറ്റി ആരെയാണോ അഡ്രസ്സ് ചെയ്തിട്ടുള്ളത്, ആരെയാണോ നമ്മൾ ഏൽപ്പിച്ചിട്ടുള്ളത്, അവർ അത് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ മാത്രമേ ഈ ഒരു അതോറിറ്റി അവിടെ കൺഫേം ആവുന്നുള്ളൂ. അതുകൊണ്ടാണ് ചെസ്റ്റർ ഐ ബേർണാഡ് പറഞ്ഞത് അതോറിറ്റി കംസ് ഫ്രം ദി ബോട്ടം. നമ്മൾ അതോറിറ്റി ഇംപ്ലിമെൻ്റ് ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല, ആ അതോറിറ്റി ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന അതോറിറ്റി സബോർഡിനേറ്റ്സ് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ മാത്രമേ അവിടെ അതോറിറ്റി കൺഫേം ആവുന്നുള്ളൂ എന്നാണ് ചെസ്റ്റർ ഐ ബേർണാഡിൻ്റെ വ്യൂ. അതുപോലെ തന്നെ ഡിസൊബീഡിയൻസ് ഓഫ് സച്ച് കമ്മ്യൂണിക്കേഷൻ ഈസ് എ ഡിനയൽ ഓഫ് അതോറിറ്റി. ഇപ്പോൾ നമ്മൾ ഒരു കാര്യം ചെയ്യാനായിട്ട് പറഞ്ഞു, അല്ലെങ്കിൽ ഒരു സുപ്പീരിയർ സബോർഡിനേറ്റ്സിനോട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനായിട്ട് പറഞ്ഞു, അവരത് അനുസരിച്ചില്ല എങ്കിൽ, ദാറ്റ് ഈസ് ഡിസൊബീഡിയൻസ് ഓഫ് സച്ച് കമ്മ്യൂണിക്കേഷൻ. ഇറ്റ് മീൻസ് ദർ ഇസ് എ ഡിനയൽ ഓഫ് അതോറിറ്റി. അവിടെ അതോറിറ്റി എന്താണ്, ഒരിക്കലും പ്രാക്ടീസ് ചെയ്യപ്പെട്ടില്ല, അത് കൺഫേം ആയില്ല. ഇറ്റ് ഈസ് ഡിനൈഡ് ബൈ ദി സബോർഡിനേറ്റ്സ്. ഓക്കെ. So, in his view, if a subordinate does not accept his manager's authority, it does not exist. അപ്പോൾ ഒരു സബോർഡിനേറ്റ് അദ്ദേഹത്തിൻ്റെ മാനേജറുടെ അതോറിറ്റി അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ അവിടെ അതോറിറ്റിക്ക് യാതൊരു വിലയില്ല, അവിടെ അതോറിറ്റി എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ചെസ്റ്റർ ഐ ബേർണാഡിൻ്റെ ഒരു വ്യൂ. മനസ്സിലാവുന്നുണ്ടോ? ഇഫ് സബോർഡിനേറ്റ് ഡസ് നോട്ട് ആക്സെപ്റ്റ് ഹിസ് മാനേജേഴ്സ് അതോറിറ്റി, it does not exist, that is the authority does not exist. ഇതാണ് acceptance theory of authority. ഇനി ഒരു പേഴ്സൺ അതോറിറ്റി അക്സെപ്റ്റ് ചെയ്യാൻ ചില കണ്ടീഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ എപ്പോഴാണ് സബോർഡിനേറ്റ്സ് സുപ്പീരിയേഴ്സിൻ്റെ അതോറിറ്റി അക്സെപ്റ്റ് ചെയ്യുക എന്നതിനെക്കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട്. ദാറ്റ് ഈസ് എ പേഴ്സൺ വിൽ അക്സെപ്റ്റ് അതോറിറ്റി അണ്ടർ ദി ഫോളോയിങ് കണ്ടീഷൻസ്. സബോർഡിനേറ്റ്സ് അഥവാ വർക്കേഴ്സ് ഈ പറയുന്ന കണ്ടീഷൻസിൽ മാത്രമേ അതോറിറ്റി ആക്സെപ്റ്റ് ചെയ്യുള്ളൂ എന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് ഹി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ കമ്മ്യൂണിക്കേഷൻ, എന്താണ് സുപ്പീരിയർ പറഞ്ഞതെന്നുള്ളത് വ്യക്തമായിരിക്കണം. ആൻഡ് അറ്റ് ദി ടൈം ഓഫ് ഹിസ് ഡിസിഷൻ ഹി ബിലീവ്സ് ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് ഇൻകൺസിസ്റ്റൻറ്റ് വിത്ത് ദി പർപ്പസ് ഓഫ് ദി ഓർഗനൈസേഷൻ. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ, അല്ലെങ്കിൽ അത് ഡിസിഷൻ എടുക്കാൻ മീൻസ് സുപ്പീരിയർ പറഞ്ഞ കാര്യം ആക്സെപ്റ്റ് ചെയ്യുമ്പം അദ്ദേഹം ബിലീവ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഓർഗനൈസേഷൻ്റെ പർപ്പസിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ല ഈ പറഞ്ഞിട്ടുള്ളത്, ഇറ്റ് ഈസ് ഫോർ ദി ബെനിഫിറ്റ് ഓഫ് ദി ഓർഗനൈസേഷൻ എന്നുള്ള ഒരു ബിലീഫ് സബോർഡിനേറ്റിന് ഉണ്ടാവണം. ആൻഡ് അറ്റ് ദി ടൈം ഓഫ് ഹിസ് ഡിസിഷൻ ഹി ബിലീവ്സ് ഇറ്റ് ടു ബി കമ്പാറ്റബിൾ വിത്ത് ഹിസ് പേഴ്സണൽ ഇൻട്രസ്റ്റ് ആസ് എ ഹോൾ. അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ഇൻട്രസ്റ്റിനെ ഒരു തരത്തിലും ഹനിക്കാത്ത രീതിയിലുള്ള അതോറിറ്റിയാണ് ഈ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള ഒരു ബിലീഫ് അവിടെ ഉണ്ടാവണം. അതുപോലെ തന്നെ ഒരു സബോർഡിനേറ്റ് മെൻ്റലി ആൻഡ് ഫിസിക്കലി അതുമായിട്ട് സഹകരിക്കാൻ തയ്യാറുള്ളപ്പോൾ മാത്രമേ ഒരു അതോറിറ്റി ഇംപ്ലിമെൻറ്റ് ചെയ്യാവൂ. സോ ദീസ് ആർ ദി കണ്ടീഷൻസ് വെൻ എ പേഴ്സൺ അക്സെപ്റ്റ് സം കൈൻഡ് ഓഫ് അതോറിറ്റി. ഇനി ഫങ്ഷൻസ് ഓഫ് എക്സിക്യൂട്ടീവ്സ്. ഒരു ഓർഗനൈസേഷനിലെ എക്സിക്യൂട്ടീവ്സിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് പറയുന്നുണ്ട്. ദറ്റ് ഈസ് മെയിൻറ്റെയിനിങ് പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇൻ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷനിൽ കൃത്യമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ മെയിൻറ്റെയിൻ ചെയ്യാം. ആൻഡ് ഒബ്റ്റെയിനിങ് എസെൻഷ്യൽ സർവീസസ് ഫ്രം ഇൻഡിവിജ്വൽസ് ഫോർ അച്ചീവിങ് ഓർഗനൈസേഷൻ ഗോൾസ്. അതായത് സബോർഡിനേറ്റ്സിൻ്റെ അടുത്ത് നിന്ന് എസെൻഷ്യൽ സർവീസസ് ഒബ്റ്റെയിൻ ചെയ്യുക, ഓർഗനൈസേഷൻ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടി അവരുടെ എഫേർട്സിനെ കോർഡിനേറ്റ് ചെയ്യാം. അതുപോലെ ഫോർമാറ്റിംഗ് പർപ്പസസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് അറ്റ് ഓൾ ലെവൽസ്. എല്ലാ ഓർഗനൈസേഷൻ്റെ എല്ലാ ലെവൽസിലും
ഒബ്ജക്റ്റീവ്സും പർപ്പസും ഒക്കെ സെറ്റ് ചെയ്യുക, ഫോർമാറ്റ് ചെയ്യുക. ദീസ് ആർ ദി ഫങ്ഷൻസ് ഓഫ് എക്സിക്യൂട്ടീവ്സ്. ഫൈനലി ഇൻഫോർമൽ ഓർഗനൈസേഷൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ് നമ്മൾ തുടങ്ങി വെച്ചത് ഫോർമൽ ഓർഗനൈസേഷൻ വെച്ചിട്ടാണ്. അപ്പോൾ ഓർഗനൈസേഷന് 2 തരത്തിലുള്ള ഓർഗനൈസേഷനായിട്ടാണ് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഫോർമൽ ആൻഡ് ഇൻഫോർമൽ. അപ്പോൾ എന്താണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ നോക്കാം. അക്കോർഡിംഗ് ടു ചെസ്റ്റർ ഐ ബെർണാഡ്, ഇൻഫോർമൽ ഓർഗനൈസേഷൻ എക്സിസ്റ്റ് വിത്തിൻ ദി ഫോർമൽ ഓർഗനൈസേഷൻ. ഒരു ഫോർമൽ ഓർഗനൈസേഷനുള്ളിൽ തന്നെയാണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇറ്റ് റെഫേഴ്സ് ടു ദി സോഷ്യൽ ഇൻട്രാക്ഷൻ വിച്ച് ഡു നോട്ട് ഹാവ് കോൺഷ്യസ്ലി കോർഡിനേറ്റഡ് ജോയിൻറ്റ് പർപ്പസ്. ഒരു ഫോർമൽ ഓർഗനൈസേഷൻ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? കോൺഷ്യസ്ലി കോർഡിനേറ്റഡ് എഫേർട്ടാണ് അല്ലേ? അത്തരത്തിലുള്ള കോൺഷ്യസ് എഫേർട്ട് ഒന്നും ഇല്ലാണ്ട് സോഷ്യൽ ഇൻട്രാക്ഷനിലൂടെയാണ് ഈ ഇൻഫോർമൽ ഗ്രൂപ്പ് ഫോം ചെയ്യുന്നത് വിത്ത് എ ജോയിൻറ്റ് പർപ്പസ്. പക്ഷേ അതിലെ മെമ്പേഴ്സിനെല്ലാം തന്നെ ഒരു ജോയിൻറ്റ് പർപ്പസ് ഉണ്ടായിരിക്കും. ഇറ്റ് എക്സിസ്റ്റ് ടു ഓവർകം ദി പ്രോബ്ലംസ് ഓഫ് ഫോർമൽ ഓർഗനൈസേഷൻ. ഒരു ഫോർമൽ ഓർഗനൈസേഷനകത്ത് ഇവർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസിന്, അവരുടെ ഗ്രീവൻസിനൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ എക്സിസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ ബെർണാഡ് സജസ്റ്റഡ് ദാറ്റ് executives should encourage the development of informal organization to bring cohesion in the organization and to serve as a means of communication. അപ്പോൾ ഒരു ഓർഗനൈസേഷനകത്ത് കൊഹേഷൻ, ഒരു യൂണിറ്റി കൊണ്ടുവരാൻ, അതുപോലെ തന്നെ പ്രോപ്പറായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷനൊക്കെ നല്ല രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ട് ചീഫ് എക്സിക്യൂട്ടീവ്സ് എന്തിനെ പ്രോത്സാഹിപ്പിക്കണമെന്നാണ് പറയുന്നത്? ഒരു സ്ഥാപനത്തിനകത്ത് ഇത്തരത്തിലുള്ള ഇൻഫോർമൽ ഗ്രൂപ്പുകളുടെ ഫോർമേഷനെ അവർ പ്രൊമോട്ട് ചെയ്യണം എന്നുള്ളതും ചെസ്റ്റർ ഐ ബെർണാഡ് പറഞ്ഞു. സോ ദീസ് ആർ ദി കോൺട്രിബ്യൂഷൻസ് ഓഫ് ചെസ്റ്റർ ഐ ബെർണാഡ് ടുവേർഡ്സ് മാനേജ്മെൻറ്റ്. ഓക്കെ.